നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രകൃതി താണ്ഡവമാടിയ മുണ്ടക്കൈ ചൂരൽമല ഗ്രാമങ്ങളിൽ മരണസംഖ്യ കുതിച്ചുയരുന്നു. ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ എണ്ണം ഇന്നലെ വൈകിട്ടോടെ 250 കടന്നു. തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പൊതുസ്ഥലത്ത് ദഹിപ്പിക്കുന്ന കരളലിയിക്കുന്ന കാഴ്ചയാണ് വയനാട്ടിൽ. വീടും മണ്ണും സർവ്വതും നഷ്ടപ്പെട്ടവരാണിവർ. 300ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക വിവരം. പരിക്കേറ്റ 195 പേർ മേപ്പാടിയിലും പരിസരങ്ങളിലും ആശുപത്രികളിലുമുണ്ട്. ഇവരിൽ പലരുടെയും നില ഗുരുതരമാണ്. 117 പേരെ ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പുകളിലേക്ക് മാറ്റി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 10 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ BJP MP അനുരാഗ് താക്കൂർ നടത്തിയ ജാതി പരാമർശത്തെ ചൊല്ലിയുള്ള പ്രതിഷേധത്തിൽ ലോക്സഭ സ്തംഭിച്ചു. താക്കൂറിന്റെ വിവാദ പ്രസംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അവകാശ ലംഘനത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകി. തീർച്ചയായും കേൾക്കേണ്ടത് എന്ന പരാമർശത്തോടെയാണ് താക്കൂറിന്റെ പ്രസംഗ വീഡിയോ മോദി എക്സിൽ പങ്കുവച്ചത്. വസ്തുതകളും നർമ്മവും ചേർത്ത് ഇന്ത്യ സഖ്യത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയം തുറന്നുകാട്ടുന്ന പ്രസംഗമാണ് അനുരാഗ് താക്കൂർ നടത്തിയതെന്നും കമന്റ് ചെയ്തു. തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ഉം LDF-ഉം ഒപ്പത്തിനൊപ്പം. LDF 23, UDF 19, UDF സ്വതന്ത്രർ 4, NDA 3 എന്നതാണ് കക്ഷിനില. 4 സ്വതന്ത്രർ അടക്കം UDF 23 സീറ്റ് നേടി. മലയാളിയുടെ കൊലപാതക കേസിൽ സൗദിയിൽ 5 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഒരു മലയാളിയെയും 4 സൗദി പൗരന്മാരെയുമാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി സമീർ കൊല്ലപ്പെട്ട കേസിലാണ് നടപടി. തൃശൂർ എറിയാട് സ്വദേശി നൈസാം സാദിഖാണ് വധശിക്ഷയ്ക്ക് വിധേയനായ മലയാളി. 2016 കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊടുവള്ളി മുക്കിലങ്ങാടി സ്വദേശി കൂടത്തിങ്ങൽ സമീറിനെ കൊന്ന് ബ്ലാങ്കറ്റിലാക്കി ഉപേക്ഷിച്ചെന്നായിരുന്നു കേസ്. സമീർ പണമിടപാട് നടത്തുന്ന ആളാണെന്ന് മനസ്സിലാക്കിയ സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വ്യവസായ പ്രമുഖർ ഉൾപ്പെടെ നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ ഇതിനോടകം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി, പ്രമുഖ വ്യവസായി രവി പിള്ള, കല്യാൺ ജ്വല്ലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ 5 കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പോട്ടദാനി ഗ്രൂപ്പും 5 കോടി രൂപ സഹായ വാഗ്ദാനം നൽകി. കൂടാതെ KSFE 5 കോടി രൂപയും, കാനറ ബാങ്ക് 1 കോടി രൂപയും, KMML 50 ലക്ഷം രൂപയും, വനിതാ വികസന കോർപ്പറേഷൻ 30 ലക്ഷം രൂപയും, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് 10 ലക്ഷം രൂപയും നൽകും. വയനാട് ഉരുൾപൊട്ടലിൽ നാശം വിതച്ച അട്ടമലയിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചതായി KSEB. തകർന്നുപോയ പോസ്റ്റുകൾ മാറ്റിയും ചരിഞ്ഞുപോയവ നിവർത്തിയും 11 kV വൈദ്യുതി ശൃംഖല പുനർനിർമ്മിച്ചാണ് അട്ടമലയിലെ 3 ട്രാൻസ്ഫോർമറുകളിലേക്ക് വൈദ്യുതി എത്തിച്ചതെന്ന് KSEB സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. 400ഓളം വീടുകളിലേക്ക് വൈദ്യുതി എത്തിച്ചു. ചൂരൽമലയിൽ നിന്ന് താൽക്കാലിക പാലത്തിലൂടെ ഏറെ ശ്രമകരമായി ജീവനക്കാരെയും ഉപകരണങ്ങളെയും അട്ടമലയിൽ എത്തിച്ചായിരുന്നു പ്രവൃത്തി പൂർത്തിയാക്കിയത്. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ കൈത്താങ്ങാവാൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള ജീവകാരുണ്യ സംഘടനയായ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ, പ്രമുഖ വ്യവസായിയായ CP സാലിയുടെ CP ട്രസ്റ്റുമായി ചേർന്നാണ് കെയർ ആൻഡ് ഷെയർ വയനാട്ടിൽ സഹായം എത്തിക്കുക. ആംബുലൻസ് സർവീസ്, പ്രഥമ ശുശ്രൂഷ മരുന്നുകൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, കുപ്പിവെള്ളം, കുടിവെള്ള ടാങ്കർ മുതലായ അവശ്യ സാധനങ്ങളുമായാണ് കെയർ ആൻഡ് ഷെയറിന്റെയും CP ട്രസ്റ്റിന്റെയും പ്രവർത്തകർ പുറപ്പെടുന്നത്. അച്ചടക്ക ലംഘനം നടത്തിയ വിദ്യാർത്ഥികളുടെ കരണത്തടിച്ചത് കുറ്റമായി കണക്കാക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. തൃശൂർ ചിറ്റാട്ടുകര ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എതിരായി വിദ്യാർത്ഥികൾ നൽകിയ കേസാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ റദ്ദാക്കിയത്. ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസിന്റെ ഇടവേളയിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ചെയ്തു. ഇതിന്റെ പേരിൽ കഴിഞ്ഞ വർഷം ജനുവരി 10 രാവിലെ 10 പ്രിൻസിപ്പലിന്റെ മുറിയിലെത്തിച്ച ശേഷം
പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും 5 പേരുടെ ഷർട്ടിന്റെ കോളറിൽ പിടിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തുവെന്നായിരുന്നു കുട്ടികളുടെ പരാതി. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിന് ശേഷം പന്തളം നഗരസഭയുടെ വെൽനസ് സെന്ററിലേക്ക് കേക്ക് മുറിച്ച് വാർഷികാഘോഷം ചൊവ്വാഴ്ച വൈകിട്ടാണ് മുടിയോർക്കോണത്തുള്ള വെൽനസ് സെന്ററിലേക്ക് കേക്ക് മുറിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷം നടത്തിയത്. നഗരസഭ ചെയർപേഴ്സൺ സുശീല സന്തോഷാണ് കേക്ക് മുറിച്ച് പങ്കുവച്ചത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യുവും വെൽനസ് സെന്ററിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്മയിൽ ഹനിയയെ ഇസ്രയേൽ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി. ഇതിന് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തൊള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഇതോടെ ഇസ്രായേലും ഇറാനും തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ആശങ്ക ശക്തമായി. ഹമാസും തിരിച്ചടിക്കൊരുങ്ങി. ഇറാനിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലായി 200 ഒഴിവാണുള്ളത്. ബിരുദധാരികൾക്കാണ് അവസരം. തിരഞ്ഞെടുപ്പിനായി നടത്തുന്ന എഴുത്തു പരീക്ഷയ്ക്ക് കേരളത്തിൽ 7 കേന്ദ്രങ്ങൾ ഉണ്ടാകും. പരീക്ഷ സെപ്റ്റംബറിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.